നമസ്കാരം. ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. ചൊവ്വയുടെ മിഥുനം രാശിയിലുള്ള വക്രഗതി സഞ്ചാരം അനുകൂലമായ ഫലങ്ങൾ ചില രാശിക്കാർക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാം. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരാം. ചൊവ്വ ഗ്രഹങ്ങളുടെ അധിപനാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം പലപ്പോഴും പലതരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾക്കും കാരണമായി തീരാം. നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ ഗുണകരമായ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ മിഥുനം രാശിയിലെ വക്രഗതി സഞ്ചാരം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഇവരിൽ 12ാം ഭാവത്തിലാണ് ചൊവ്വയുടെ മാറ്റം സംഭവിക്കുന്നത്. തന്മൂലം ഇവർക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടല്ലാതെയും വന്നു ചേരാം. അപ്രത്യക്ഷമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാവുന്നതാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും സമ്മാനം ലഭിക്കാൻ സാധ്യത ഒരൽപ്പം കൂടുതലുള്ള സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്നതായി മാറുന്നതുമാണ്. ലാഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ മാറ്റങ്ങൾ, വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അനാവശ്യമായ ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. അത്തരം ചിലവുകൾ കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം, അല്ലെങ്കിൽ നിലനിർത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പൊതുവെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും തൊഴിൽപരമായും അല്ലാതെയും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതും നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. ശരിയായ രീതിയിലുള്ള ചിന്തയാണ് അനിവാര്യമായിട്ടുള്ളത്. ഒരിക്കലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിയിലെ ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാണ്. തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതായ മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് അത്ഭുതം നൽകുന്നതായി മാറും. പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്. തന്മൂലം കരിയറുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ നിങ്ങളെ തേടി എത്താവുന്നതാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതായ മേഖലകളിൽ പോലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായി തന്നെ സമ്മാനങ്ങൾ ലഭിച്ചു എന്ന് വരാം. നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രതീക്ഷിക്കാതെ തന്നെ
വലിയൊരു സംഖ്യ തന്നെ കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ആരോഗ്യപരമായി മികച്ചതായ അവസ്ഥയാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് അലോസരപ്പെടുന്നു. മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യം. ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കാരണം ധനപരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സമയം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം. ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്നതായ സമയമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും പ്രകടമാകുന്നു എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പ്രധാനമായും ജീവിതത്തിൽ ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം മൂലം, മിഥുനത്തിലെ ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം മൂലം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. പലപ്പോഴും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ പോലും അത് നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ അല്പം കൂടി നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. അപ്രതീക്ഷിതമായി ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ചൊവ്വ 9ാം ഭാവത്തിലാണ് ഇവരിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കരിയറുമായി ബന്ധപ്പെട്ടും പലവിധ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളെ തേടിയെത്താം. പ്രധാനമായും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിക്കുക, ഭാഗ്യക്കുറി അഥവാ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ ധനം ലഭിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യം വന്നു ചേരും. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾ തേടി എന്ന് വരാം. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുന്നതായ സാഹചര്യം. സമ്പാദ്യത്തിലും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ ഈ സമയം ഒരല്പം കൂടുതലാണ്. കൂടാതെ പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഇല്ലാതാകുവാൻ സഹായകരമാണ് ഈ സമയം എന്നുകൂടി ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. എന്നാൽ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അമിതമായ വാശിയും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.